കുഞ്ഞാപ്പോ ആടാ കുഞ്ഞാപ്പോ ഇപ്പൊ എന്താ കിണർ പണി കണ്ടിക്ക മീൻ പിടിക്കാൻ തോന്നില്ലേ വള്ളം വെച്ചിട്ട് എല്ലാം അടുക്ക ഇവിടെ നാളെ ഇവിടുന്ന് മീൻ പിടിക്കുന്ന കാണാലോ. മീൻ പിടിക്കൊന്നുള്ള പൊട്ട കിണർ പണി എടുക്കല്ലേ? കിണർ പണിയാ ഒരു കൊറേ ചളി കോരിയുണ്ട്. ഞാൻ കൊറേ നേരമായി വന്നിട്ട് ഒറ്റ മീൻ കിട്ടില്ലടാ എന്നോട് പറയാന്. അനക്കേനെ മീൻ കിട്ടുക ചളിയല്ലേ കിട്ടുക? ചളിയാണില്ലേ? നമുക്ക് അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോവാ വേറെ അങ്ങോട്ട് കൊറേ കാര്യങ്ങൾ പറയാണ്ട്. ഇവിടെ നല്ല തണലുണ്ട്. ഇവിടെ ആണല്ലോ അത് എങ്ങോട്ട് വിളിച്ചേ? എന്താ കിണർ പണി കണ്ടു നിൽക്കായിരുന്നു? കിണറല്ലാടെ ഞാൻ തെക്കാൻ പോരിക്കും വടക്കാൻ പോരിക്കും കൊണ്ട് വിചാരിച്ച ചളിയില് ഞാൻ കൊറേ നേരം നിൽക്കി തുടങ്ങിട്ട് ഒന്നും കണ്ടില്ല. എങ്ങനെ കാണുക? കിണറ്റില് മണ്ണെടുക്കല്ലേ? വെള്ളം ഇപ്പൊ ചൂട് കാരണം വെള്ളമൊക്കെ പറ്റിട്ട് ഞാൻ ചെന്ന് മീൻ പിടിക്കാൻ വിചാരിച്ചു. അതുവരെ പിന്നെ അല്ല ഞാൻ വിളിച്ചെന്താ എന്താണ് ജിമ്മിയും കൂടെ ഇന്നലെ അവിടെ ഓട്ടോറിക്ഷ വിളിച്ച് ഓടിപ്പോയിരുന്നു. രാത്രിയല്ലേ കണ്ടത്? അന്നെ ഇവിടെ പറയാ അന്നെ ഞങ്ങള് കണ്ടിട്ടില്ലടാ. അല്ലെങ്കിൽ അന്നും കയറ്റിന്നതില് അല്ല ഞാൻ ഉണ്ടാവില്ല. എന്നാലും എന്ത് അത് ചോദിക്കാൻ വേണ്ടിട്ടാ. മോനെ എന്നോട് പറയാനേ അമ്മായിണ്ട് ഫോൺ വിളിക്കണ്. താത്താ ഒന്നുണ്ട് വന്നാണീ, താത്താ ഒന്നുണ്ട് വന്നാണീ. അലിമാക്ക് നിങ്ങളെ കാണത്ര ഉമ്മാക്ക്. ഉമ്മ നിനക്ക് അലിമല്ലേ? അപ്പൊ ഉമ്മ വെച്ച് എന്താണ് നിങ്ങളൊന്നുണ്ട് വരീന്ന് മനെ എന്നോട് പറയാൻ എന്റെ അമ്മ വേച്ചാറായി. വലിയമായിട്ട് മരിച്ചു പോവാ വിചാരിച്ചേ. ഈ വിളിയൊക്കെ കേട്ടപ്പോ ഇമ്മ പറഞ്ഞു ഞാൻ ചായ ചോറ് വയ്ക്കുന്നു. ഞാപ്പോ നിർത്തിക്കാളെ നമുക്ക് അമ്മായിൻ്റെ അടുത്ത് പോയിട്ട് തിന്നാ വല്യമാക്ക് വെച്ചാന്നുണ്ട്. ഞങ്ങൾ പോയി മനെ എന്നോട് പറയാന്. അങ്ങനെ ചെന്നപ്പം വല്യമ്മ കരച്ചിലോട് കരച്ചില് എന്റെ കച്ചി പിടിച്ചിട്ട് പറയാ കുഞ്ഞാപ്പോക്ക് ഞാനെ കാണാൻ പറ്റുമോ അറിയില്ല. വിവാത്തോക്ക് ഞങ്ങളോട് 2 ദിവസം വന്ന് നിക്കായിരുന്നു, കാണാൻ പറ്റുമോ അറിയില്ല. അപ്പൊ ഞങ്ങള് മാത്രല്ല ഞങ്ങളെ കുടുംബക്കാരെല്ലാരും വന്നിക്കണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന വല്യമ്മ ഇപ്പം നെയ്ച്ചോറൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച്. അപ്പൊ നെയ്ച്ചോറൊന്നും അവിടെ വെച്ചിട്ടില്ല, വെറുംചോറൊക്കെയാണ്. അങ്ങനെ എന്താച്ചാണ്ടാ വല്യമ്മ നാളെ സൂചി കുത്തിയില്ലേ? എന്താ രഹസ്യം കുത്തിയില്ലേ? കൊറേ കാലായില്ല നാളെ കുത്തിയിട്ട്. 3-4-5 കൊല്ലൊക്കെ ആയില്ലേ? അത് കുത്തിയപ്പാട് ഇപ്പൊ ആരൊക്കെ പറഞ്ഞത്ര ഈ പാഷൻ കുത്തിയവരൊക്കെ കൊച്ചഞ്ഞ് മരിച്ചു പോകുന്നു. അങ്ങനെ അപ്പൊ ഉമ്മ അയ്യത്രാന്നായി പഠിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ പാടാ. എന്നിട്ട് ബാക്കി പറഞ്ഞില്ല അത് ഇരുമ്പടിയിട്ട് പോന്നല്ലേ? എന്താണ് അയ്യത്രാന്നായില്ലേ? വല്യമാന്റെ വാക്ക് കണ്ടിട്ട് വല്യമ്മ ഇറങ്ങി. വല്യമ്മ ഭാഷ എടുത്തപ്പോ മരിച്ചു പോകുന്നു വിചാരിച്ചു വല്യമാക്ക്. ഉമ്മ അറിയാ നല്ല 10-95 വയസ്സ് കഴിഞ്ഞ് എത്ര കാലം ജീവിച്ചു? 95 വയസ്സായിക്കണ മേലേക്കണോ? ഉമ്മ അറിയാണ്. എന്നിട്ട് ഇപ്പോഴും പേടിച്ച് നടക്കുകയാണ്. അപ്പൊ അമ്മായിന്റെ അവിടെ ഇങ്ങനെ ഞാൻ പോയപ്പോ അമ്മായി തീർക്കുന്ന അമ്മായിന്റെ മോളോട് ഇമ്മ എന്ത് പണിയാ ചെയ്തത്? ഇമ്മ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാരും വലിച്ചു കൂട്ടി കൊടുക്കണ്. വന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. എന്നാ അത് കഴിഞ്ഞാ പോവുക അതും ഇല്ല. ചോറുണ്ടാക്കി കൊടുക്കണം. ചോറും ചായയും കൊടുത്ത് ഞാൻ കുടുങ്ങി. ഇമ്മാക്കാണ്ട് പറഞ്ഞാ മതിയല്ലോന്ന്. എന്നിട്ട് അമ്മായി അറിയാം ഉമ്മാനോട് താത്ത ഇമ്മാക്ക് പേടിയാ അത്ര. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഇമ്മാനെ 2 ദിവസം കൊണ്ട് നിർത്തിക്കോളി. വല്യമ്മ വരാത്ത വല്യമ്മ അറിയാളാ. വിഭാത്തോ എൻ്റെ ഒപ്പം ഞാൻ 2 ദിവസം നിൽക്കട്ടടി, എനിക്ക് പേടിയാടി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഉമ്മ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞു വല്യമ്മാനോട് നിങ്ങളെ ഞാൻ പിന്നെ കൊണ്ടുപോയിക്കൊണ്ടോന്ന്, ഞാൻ പെട്ടെന്നിട്ട് വന്നതാണ്. ഞാൻ പിന്നെ കൊണ്ടുപോയിക്കൊണ്ടോന്ന് സമാധാനിപ്പിച്ചിട്ട് അവിടെ നിർത്തി വല്യമ്മാനെ. അങ്ങനെ ഇമ്മ വേഗം എന്നോട് പോകാൻ പറയാ. ഞാപ്പോ രസപ്പെട്ട് അവിടെ ആണെങ്കിൽ കാട്ടിലില്ല വല്യമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങിന്ന്. അപ്പൊ അമ്മ അറിയാ ഓള് കണ്ടില്ലേ? ഓള് നോക്കണ്ടേ? അമ്മായിനെ പറയാ. ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഇന്നലെ. ഇതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. വാക്സിൻ എടുത്തിട്ടുണ്ട്. വാക്സിൻ എടുത്തിട്ട് 60 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാലാണ് പ്രശ്നമുള്ളൂ. ഇത് 2 കൊല്ലമായില്ലേ? അത് കൊറോണന്റെ സൂചി. എല്ലാരും പോയിട്ടിക്കണ്. സൂചി കുത്തിയില്ലേ? അപ്പൊ അതിന് പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാളാ. ഉമ്മ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? അപ്പോ എത്ര പ്രായമുണ്ട്?
75 വയസ്സായില്ല അപ്പൊ പിന്നെ ഇജ്ജ് പേടി 95 ആയില്ല അപ്പൊ ഇജ്ജ് തീരും പഠിക്കാല്ല. എന്നിട്ട് അവൾക്കത് ചീറി പൊളിച്ച് അങ്ങോട്ട് പോകുന്നു. ഇനി ഉമ്മ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് പോയാൽ കാണുന്നുണ്ട്. അല്ല പിന്നെ ഇത് ജനങ്ങൾ ഇങ്ങനെ ന്യൂസിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധിച്ചാ മതി. ഏതായാലും ഇപ്പൊ എടുത്ത് അല്ല ശ്രദ്ധിക്ക, നല്ല ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക. ഇത് ബേജാറാനൊന്നുമില്ല. 60 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാലേ പ്രശ്നമുള്ളൂ. ഇനി എപ്പോഴാ കാണുക?